ശ്രീ കെ എം ഷാജഹാൻ, നോക്കൂ, 2019 ശേഷം VS കേരള രാഷ്ട്രീയ ചിത്രത്തിലില്ല. കഴിഞ്ഞ ഒരു മാസമായി അദ്ദേഹം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹവും വഹിച്ചുള്ള വിലാപയാത്ര 3 മണിക്കാണ് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നിന്ന് പുറപ്പെട്ടത്. ഇപ്പോഴിത് കഴക്കൂട്ടത്ത് എത്തിയേയുള്ളൂ. നോക്കൂ, VSന് അന്തിമാഭിവാദ്യം അർപ്പിക്കുന്നവരിൽ ഭൂരിപക്ഷവും ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്, കുട്ടികളാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇവർക്ക് എങ്ങനെ VSനെ അറിയാം എന്നുള്ളതാണ്. അതൊരു അത്ഭുതം തന്നെയല്ലേ ശ്രീ ഷാജഹാൻ? അനിൽ പറഞ്ഞതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. നമുക്കറിയാം, 2 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ മരണം, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമുള്ള അതിൻ്റെ അന്ത്യഘോഷയാത്ര, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഉമ്മൻചാണ്ടിയുടെ ആ വിലാപയാത്രയും അച്യുതാനന്ദൻ്റെ വിലാപയാത്രയും നമ്മളൊന്ന് താരതമ്യം ചെയ്യണം എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. ഉമ്മൻചാണ്ടി നമുക്കറിയാം, ഉമ്മൻചാണ്ടി മരിക്കുമ്പോൾ MLA ആയിരുന്നു. ഉമ്മൻചാണ്ടിക്ക് രോഗം വന്ന് മൂർച്ഛിച്ച് ഏതാണ്ട് 1 വർഷത്തിനുള്ളിൽ ഉമ്മൻചാണ്ടി നമ്മെ വിട്ടുപിരിഞ്ഞു. അപ്പോൾ 1 മരിക്കുമ്പോൾ ജനപ്രതിയായിരുന്നു, 2 1 വർഷത്തിനുള്ളിൽ നമ്മെ വിട്ടുപിരിഞ്ഞു. എന്നാൽ VS അച്യുതാനന്ദൻ്റെ കാര്യം നമ്മളൊന്ന് നോക്കൂ. അനിൽ പറഞ്ഞ പോലെ 2017 മുതൽ തന്നെ രോഗാതുരനായിരുന്നു. 2019 VSന് ആദ്യത്തെ സ്ട്രോക്ക് വരികയാണ്. അതിനുശേഷം ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നു, അതിനുശേഷം കോവിഡ് വന്നു. ഇപ്പോൾ ജൂൺ 23 ഒരു ഹാർട്ട് അറ്റാക്കും ഒരു കാർഡിയക് അറസ്റ്റുമായിട്ടാണ് തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിൽ VSനെ പ്രവേശിപ്പിച്ചത്. VS ഏതാണ്ട് ഒരു മാസത്തിനടുത്തായി ആശുപത്രിയിലും കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2019 മുതൽ ഏതാണ്ട് 5-6 വർഷക്കാലമായി രാഷ്ട്രീയത്തിൽ സമ്പൂർണ്ണ നിശബ്ദനായിരുന്നു VS. ഏതാണ്ട് 7 പതിറ്റാണ്ട് കാലം സക്രിയമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന VS കഴിഞ്ഞ 5-6 വർഷക്കാലമായി നമ്മുടെ ഇടയിൽ ഭൗതികമായി ഉണ്ടെങ്കിലും VS പരിപൂർണ നിശബ്ദതയിലായിരുന്നു. രോഗാതുരനായിരുന്നു, രോഗബാധിതനായിരുന്നു, സക്രിയനായിരുന്നില്ല. കഴിഞ്ഞ 1 മാസക്കാലമായി അദ്ദേഹം ഗുരുതരമായി രോഗബാധിതനായി അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ SUTയിൽ കിടക്കുകയായിരുന്നു. അങ്ങനെ ഒരു 6-7 വർഷക്കാലമായി സമ്പൂർണ്ണമായി നിശബ്ദനായിരുന്ന VSന് ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു അഭിവാദ്യം, ഒരു വീരപുരുഷന് കിട്ടുന്നത് പോലൊരു അഭിവാദ്യം കിട്ടുന്നത് എങ്ങനെ എന്നുള്ളത്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പം ഇന്നലെ ഞാനും എൻ്റെ സുഹൃത്ത് G ശക്തിധരനും SUT ആശുപത്രിയിലുണ്ടായിരുന്നു. ആ SUT ആശുപത്രിയിൽ ചെന്നു, ഞങ്ങളവിടെ ഇരുന്നു. വൈകിട്ട് 5 മണിയായപ്പോഴത്തേക്ക് അദ്ദേഹം 3:30 മണിക്ക് 3:20 മരിച്ചു എന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ വന്നു. അതിനെ തുടർന്ന് ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ VSൻ്റെ ഭൗതിക ശരീരം ആശുപത്രിയുടെ പുറത്തേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് മുദ്രാവാക്യം വിളികളൊക്കെ ഉണ്ടായിരുന്നു. ആ മുദ്രാവാക്യം വിളികളെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ VSൻ്റെ ഭൗതിക ശരീരം AKG സെൻറ്ററിൽ എത്തിച്ചു. അതിന് തൊട്ടുപുറകെ ഞങ്ങളൊരു ഓട്ടോറിക്ഷയിൽ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ കാണുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ AKG സെൻറ്ററിൻ്റെ മുന്നിൽ നിൽക്കുന്ന വികാര തീവ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അവിടെ ചെന്നിട്ട് മാധ്യമങ്ങൾ എന്നോട് പ്രതികരണം ചോദിച്ചപ്പോൾ എനിക്ക് പ്രതികരിക്കാൻ പോലും പറ്റില്ല. ആ നിലയിൽ വൈകാരികമായി പോകുന്ന വളരെ വികാര തീവ്രമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇനി ആ ക്രൗഡ് ആരൊക്കെയായിരുന്നു? ആ ക്രൗഡിൻ്റെ കോമ്പോസിഷൻ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി. 3 തലമുറ അവിടെ ഉണ്ടായിരുന്നു. പ്രായമുള്ളവർ, ഇടനില പ്രായമുള്ളവർ, ചെറുപ്പക്കാർ. എന്നെ അത്ഭുതപ്പെടുത്തിയത് 20-25 വയസ്സുള്ള ചെറുപ്പക്കാരികളൊക്കെ നിന്നുകൊണ്ട് കണ്ണേ കരളെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യ മനസ്സുകളിലേക്ക്, മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക്, ഡീപ്പ് ഇൻ ടു ദ ഡെപ്ത് ഓഫ് ദ ഹാർട്ട് എന്ന് പറയുന്നത് പോലെ VS എന്ന് പറയുന്ന ഈ എൻ്റെ സുഹൃത്ത്
വി എസിനെ വലോറസ് സാഗ എന്നാണ് പറഞ്ഞത്. വലോറസ് സാഗ, വീരസാഹസികൻ എന്നാണ് ഞാൻ അതിനെ പിന്നെ തർജ്ജമ ചെയ്യുന്നത്. ആ വീരസാഹസികനായിട്ടുള്ള, ആ ലെജൻഡറി ആയിട്ടുള്ള, ഇതിഹാസ പുരുഷനായിട്ടുള്ള വി എസ് കേരളത്തിലെ മനുഷ്യൻ്റെ മനസാക്ഷിയെ, മനുഷ്യൻ്റെ മനസ്സിനെ എത്ര ആഴത്തിൽ, എത്ര ഡീപ്പായിട്ട്, എത്ര ഡെപ്തിലാണ് സ്വാധീനിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ 7 വർഷക്കാലം വി എസ് സക്രിയമായി നമ്മുടെ ഇടയിൽ ഇല്ലാതിരുന്നിട്ടും വി എസ് നിശബ്ദനായിട്ടും വി എസിന് ജനങ്ങൾ കൊടുക്കുന്ന ഈ വീരപുരുഷൻ്റെ സ്വാഗതം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ആലോചിച്ച് നോക്കൂ, 3 മണിക്ക് ഞാൻ സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ടായിരുന്നു. ദർബാർ ഹാളിൽ നിന്ന് 3 മണിക്കാണ് വി എസിനെ അവിടുന്ന് ഇറക്കിയത്. ഇത് ഇപ്പോഴും എത്തിയിരിക്കുന്നത് എവിടെയാണ്? കഴക്കൂട്ടം വരെ മാത്രമാണ് വി എസ് എത്തിയിരിക്കുന്നത്. മനുഷ്യർ കൊടുക്കുന്ന ഒരു 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 അഭിവാദ്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതാണ് വി എസ്, അതാണ് വി എസിൻ്റെ പ്രവർത്തനത്തിന് വി എസിന് ജനങ്ങൾ തിരിച്ചു കൊടുക്കുന്നത്. അതാണ് അവർ തിരിച്ചു കൊടുക്കുന്ന പാരിതോഷികം. ഏതൊരു രാഷ്ട്രീയക്കാരനും അവൻ കൊതിക്കുന്ന ഒരു പാരിതോഷികമാണ് ജനങ്ങൾ വി എസിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് വി എസ് കേരളത്തിൽ മാത്രമല്ല, വി എസിന് ഇന്ത്യയിൽ മാത്രമല്ല, വി എസിന് ലോകത്ത് പോലും വി എസിന് ഇതുപോലെ സമാനതകൾ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എൻ്റെ സുഹൃത്ത് പറയായിരുന്നു, ഫിഡൽ കാസ്ട്രോയ്ക്കും മാവോ സെ തുങ്ങിനും ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ഉത്തമനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഒരു 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 കമ്മ്യൂണിസ്റ്റുമാണ് വി എസ് എന്നതും വി എസ് എന്താണ് ചെയ്തത് എന്നുള്ളതും അതെത്രത്തോളം കേരളത്തിലെ ജനങ്ങളുടെ കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷി എത്രത്തോളം മഥിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി കൊല്ലത്തും ആലപ്പുഴയിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അപ്പം നമ്മൾ നേരിട്ട് അനുഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യ ഭാഗം എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് വി എസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ കൂടെ, ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രക്ഷുബ്ധ കാലത്ത് 5 വർഷം പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരും. അപ്പോൾ എനിക്കതിൽ വലിയ തോതിലുള്ള അഭിമാനം തോന്നുന്നു. അഭിമാനം തോന്നുന്നത് കൊണ്ടാണ് എനിക്ക് വി എസിനെ കുറിച്ച് പ്രതികരിക്കുമ്പോൾ എനിക്ക് വികാരം എന്നെ കീഴടക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇത്രയാണ് ആമുഖമായി എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.